Guys, welcome to Legmaster Gaming. So this is my new YouTube channel, Legmaster Gaming. So in this channel, മലയാളിയാണ്, മലയാളത്തിൽ സംസാരിക്കുക, ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നത് ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, ടൈറ്റിലും കണ്ടിട്ടുണ്ടാവും, രണ്ടും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്ലേ സ്റ്റേഷനിലെ FC25 മാനേജർ മോഡിട്ട് നമ്മൾ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കുറച്ച് മുമ്പൊക്കെ നല്ല രീതിക്ക് കളിച്ച നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നമ്മൾ 4 പ്ലേയേഴ്സിനൊന്നായിക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ടീമിനെ ഒന്നാണ്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം ഇത് എങ്ങനെ വന്നാലും 5 സീസണിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ട്രബിൾ. അത് ഏത് സീസണിൽ വേണമെങ്കിലും കിട്ടുക. ഒരു ട്രബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി ഞാൻ അവിടെ ഒരുക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നിങ്ങൾക്ക് ഇതേ സ്ക്രീൻ കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് പ്ലേയേഴ്സ് ഇപ്പോഴത്തെ സ്ക്വാഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് അവർ സ്ക്വാഡ്. ഹോഗ്ലാൻഡ്, ഗർനാച്ചോ, ഡിയാഗോ ഡയലോട്ട്, സിർക്സി, ഡോർഗു, ബ്രൂണോ ഫെർണാണ്ടസ്, ഉഗാദെ, മെഗ്വയർ, ഡിലൈറ്റ്, മറാസുയി, ഒനാന. ഇത്രയും പ്ലേയേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു സ്ക്വാഡാണ് നമ്മുടെ റൂബൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ടാറ്റിക്സിൽ പോയി നമുക്ക് എങ്ങനെ വന്നാലും ഫോർമേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഫോർ ഷുവർ ഫോർമേഷനിൽ നമുക്ക് ചെറിയ മാറ്റം കൊണ്ടുവരണം. ആൻഡ് ഇനി നമുക്ക് ഈ ടീം ഏത് രീതിയിൽ വെച്ചാൽ ഈ ടീമിന് ഇനി നമുക്ക് പുറത്താക്കേണ്ട പ്ലെയറിനെ പുറത്താക്കിയിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിലോട്ട് വേറൊരു പ്ലെയറിനെ നമുക്ക് കൊണ്ടുവരും. സോ നമുക്ക് ഒരു സീസണിൽ നമുക്ക് 3 പ്ലെയേഴ്സിനെ വെച്ചിട്ടാണ് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഈ സീസണിൽ നമുക്കൊരു 3 പ്ലെയേഴ്സിൽ അത് ഏത് പൊസിഷനിലാണ് നമുക്ക് നോക്കിയിട്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ 3 പ്ലെയേഴ്സിനെ നമുക്ക് സൈൻ ചെയ്യണം. സോ സൈൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. നമ്മുടെ ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ആൻഡ് ദിസ് നമ്മൾ ടീം ഫസ്റ്റ് സീസണിലോട്ടുള്ള നമ്മുടെ ടീം സെറ്റപ്പാണ്. ആൻഡ് ലെറ്റ്സ് ഡു ദിസ്. ഇത്രയേ പറയാനുള്ളൂ. സോ നമുക്ക് പറ്റിയൊരു ഫോർമേഷൻ ഒരു ഇതിൽ ഞാൻ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4-2-3-1 ഫോർമേഷൻ, അല്ലെങ്കിൽ 4-3-2 അങ്ങനത്തെ ഒരു ഫോർമേഷൻ, അല്ലെങ്കിൽ 4-3-3 അറ്റാക്ക് ഒരു ഫോർമേഷനൊക്കെ ഈ ടീമിന് നല്ല രീതിക്ക് തന്നെ ഉപകാരപ്പെടും. സോ നമുക്ക് ജസ്റ്റ് 4-3-2-1 ഈ ഫോർമേഷൻ. ആൻഡ് വിത്ത് ഈ ഫോർമേഷനിൽ 1 സ്ട്രൈക്കർ, 2 സെൻറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, 3 സെൻറ്റർ മിഡ്സ് ആൻഡ് ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് ആൻഡ് 2 സെൻറ്റർ ബാക്സ് ആൻഡ് 1 കീപ്പർ ആസ് യൂഷ്വൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ ഇതായിട്ടാണ് നമുക്ക് കൊണ്ടുപോകുക. ഗർനാച്ചോ ലെഫ്റ്റ് വിങ് കളിക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഇപ്പോഴത്തെ ഫോർമേഷൻ നിങ്ങൾക്ക് കാണാം. ദിസ് ഈസ് ദി പ്ലേയേഴ്സ് നൗ വി ഹാവ് ഇൻ അവർ ടീം. സോ ഗർനാച്ചോനെ ലെഫ്റ്റ് വിങ്ങിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇനി ഈ ടീമിലോട്ട് ഞാൻ കൊണ്ടുവരേണ്ട പ്ലെയേഴ്സ് ഫോർ ഷുവർ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് 1 ലെഫ്റ്റ് ബാക്ക്. നല്ലൊരു ലെഫ്റ്റ് ബാക്ക് എനിക്ക് ടീമിലോട്ട് ആവശ്യമുണ്ട് ഈ ഒരു സ്ക്വാഡ് ആയത് കാരണം. പിന്നെ നമ്മൾ എല്ലാ കളിയും നമ്മൾ സിം ചെയ്യാണ് ചെയ്യുക. ആൻഡ് ഫൈനൽസും ഇതൊക്കെ നമ്മളൊരു സെമി പ്രൊഫഷണൽ എന്നുള്ള ഒരു ഇതിട്ടിട്ട് നമ്മൾ കളിക്കും. ഹാർഡ് ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് കളിക്കും. ബിഗിനറിലിട്ട് കളിക്കില്ല, പേടിക്കണ്ട. ചില ഫൈനൽസ് നമ്മൾ സിമ്മും ചെയ്യും. സോ ബ്രൂണോ വിൽ ബി അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്. ബ്രൂണോ ഫെർണാണ്ടസിനെ ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലോട്ടാണ് ഞാൻ നിർത്താൻ വേണ്ടി പോകുന്നത്. ആൻഡ് വി ഹാവ് ടു ചേഞ്ച് വി നീഡ് 1 സെൻറ്റർ മിഡ്ഫീൽഡ് ഓൾസോ. സോ ഇപ്പം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റർ മിഡ്ഫീൽഡ് നമുക്ക് ടീമിലോട്ട് കാണാം. ഒരു ലെഫ്റ്റ് ബാക്കും ഒരു റൈറ്റ് വിങ്ങറിനെയാണ് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക് ഇനി ഏത് പ്ലെയറാണ് നമ്മൾ ഓഫർ ചെയ്തിട്ട് നമ്മുടെ ഓഫർ സ്വീകരിച്ച് നമ്മുടെ ടീമിലോട്ട് വരിക ഏത് പ്ലെയറാണെന്ന്
നമുക്ക് നോക്കാം. സോ അപ്പം ഞാൻ ഏനോ നേരത്തെ നമ്മൾ കുറച്ച് ഓഫേഴ്സ് കൊടുത്തുക. അപ്പോൾ ഒന്ന് ഓഫേഴ്സ് കൊടുത്തിട്ട് നമുക്ക് കാണാം. സോ ഗൈസ് റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേയേഴ്സിനെ ആവശ്യമുള്ള പ്ലേയേഴ്സിനെ ഇതാണ് നമ്മളവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ലമീൻ യമാൽ ആസ് എ റൈറ്റ് വിങ് ആൻഡ് സെൻറ്റർ മിഡ്ഫീൽഡിലോട്ട് ഫെഡെ വെൽവേഡെ ആൻഡ് ലെഫ്റ്റ് ബാക്കിലോട്ട് ന്യൂനോ മെൻഡസിൻ്റെ ഓഫർ നമുക്കിവിടെ വന്ന് കിടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോൺ ടു സൈൻ ന്യൂനോ മെൻഡസ്. നമ്മൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ന്യൂനോ മെൻഡസിനെ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ന്യൂനോ മെൻഡസ് കം ഓൺ ബേബി, വെൽക്കം. ആൻഡ് നമുക്ക് കാണാം കറൻറ്റ് വേജ്, ന്യൂനോ മെൻഡസിൻ്റെ കറൻറ്റ് വേജ് 73. ന്യൂനോ മെൻഡസിൻ്റെ റോൾ ഞാൻ കൂടെ ക്രൂഷ്യലാണ് കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ഗിവ് ന്യൂനോ മെൻഡസ് റോൾ ആസ് ക്രൂഷ്യൽ. ആൻഡ് 3 years contract deal. Oh, they extended with 5 years. Okay, no problem. So 5 സീസണിൽ നമ്മളപ്പം ന്യൂനോ മെൻഡസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇടയിൽ നല്ല ഓഫർ വന്നാൽ പോകാനും ചാൻസ്. മാർക്കറ്റ് വാല്യൂ കൊടുക്കുന്നതൊരു 60. ദിസ് വിൽ ബി ദി ഗുഡ് മാർക്കറ്റ് വാല്യൂ. ആൻഡ് 73 and I will give him wage as 500 and 500 as as well as come on. And now client is happy. So ന്യൂനോ മെൻഡസ് ടീമിലോട്ട് വരുന്നു. And let's see now. Nuno Mendes is coming to the team. Oh, so Ruben Bruno. Yeah, bro. ഉച്ചക്കനും ഓടിക്കുന്നുണ്ടല്ലോ നല്ലപോലെ. കുറേ മാർക്കിംഗ് ഉണ്ട്. ചെക്കൻ്റെ സ്റ്റാമിന നോക്കൂ എത്രത്തോളം ടീമിൽ എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാനുള്ളത് ന്യൂനോ മെൻഡസിന് ഏത് നമ്പറാണ് അവിടെ കിട്ടിയത്? നമ്പർ 19. അത് ലമീൻ യമാലിൻ്റെ നമ്പറല്ലേ? വി വിൽ ചേഞ്ച് ദിസ് 19 വിത്ത് യമാൽ ആൻഡ് വിൽ ഗിവ് നമ്പർ 19 ടു യമാൽ ആൻഡ് ഫോർ ഹിം വിൽ ബി ഗിവിങ് 20, 25 like that number. Okay, so yeah, this is an excellent deal, bro. And now you can see here. സോ നൗ ഇന്ന് നമുക്ക് 2 ഓഫറാണ് വന്നെടുക്കുന്നത്. ഒന്ന് നമ്മുടെ വെൽവേഡയുടെയും പിന്നെ ലമീൻ യമാൽ. സോ ഫസ്റ്റ് ഫെഡെ വെൽവേഡിനെ നമുക്ക് സൈൻ ചെയ്യാം. നമുക്ക് എതിരാളികളായിട്ട് ഏറ്റവും കൂടുതൽ ടഫ് വരാൻ വേണ്ടി പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അർസനൽ, ലിവർപൂൾ എന്നീ ടീമുകളൊക്കെ നമുക്ക് നല്ല ടഫായിട്ട് തന്നെ വരുന്നുണ്ടാവുക. സിം ചെയ്യുമ്പോൾ തോൽക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമ്മൾ അടുത്ത സീസണിൽ വെച്ച് പിടിച്ച് നമ്മൾ FA കപ്പ്, കാരബാവോ കപ്പ്, പിന്നെ പ്രീമിയർ ലീഗ്, ഈ 3 കപ്പ് നമ്മളെടുക്കും. ആൻഡ് വി വിൽ ഗെറ്റ് ദി ട്രബിൾ. പിന്നെ ചിലപ്പോൾ കോൺഫറൻസ് ലീഗിലോ അല്ലെങ്കിൽ യൂറോപ്പ ലീഗ്, ഏതൊരു ലീഗിൽ, ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല. 4 years ഡീൽ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് അവരിഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ദർ ഇസ് അവർ സെക്കൻഡ് പ്ലെയർ. ആൻഡ് നമ്മളെല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ? 500 പിടിച്ചോ. കാശിന് കുറവൊന്നുമില്ല. 500 അയ്യോ 400 മതി. കയറി കയറി വേഗം പോവാ. ഹീസ് ഹാപ്പി. ഹാലാ മാദ്രിഡിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് ഫെഡെ വെൽവേഡെ. വണ്ടർഫുൾ. ആൻഡ് ഗൈസ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഡീസൻറ്റ് ബൈ വില കുറച്ച് ആൻസിലോട്ടി തരണ്ടേ?
ഹാൻസിലോട്ടി കുറച്ച് കാശാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? യമാൽ ഹാൻസിലോട്ടിക്ക് അതിൻ്റെ അപ്പുറം ഇതും വില കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. കിട്ടി. ഞാൻ നൊഗേഷന് വേണ്ടി പോയിട്ടില്ല, അവന് വേണ്ടിയിട്ട് ഡി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല. അവർക്ക് പ്ലെയറിനെ വേണ്ട, സ്കിപ്പ് ചെയ്ത് ഈ വില തന്നു കഴിഞ്ഞാൽ പ്ലെയറിനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പറ്റിയൊരു നല്ലൊരു പ്ലെയർ തന്നെയാണെന്ന് ചിലവിൽ ഞാൻ ഇവനെ എടുത്തു. ലെറ്റ്സ് സീ ഗൈസ്. ഇപ്പോൾ നമ്മൾ 3 പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ 1 ലെഫ്റ്റ് ബാക്ക്, സെൻറ്റർ മിഡ്ഫീൽഡ് ആൻഡ് റൈറ്റ് വിങ്. സോ ഈ 3 പൊസിഷനിലോട്ടുള്ള 3 പ്ലെയേഴ്സിനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിന്ന് നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരും വെച്ച് നമുക്ക് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിൽ ഏതൊക്കെ കപ്പാണ് അടുപ്പിക്കാൻ വേണ്ടി പറ്റുക നമുക്ക് നോക്കണം. സോ ലെറ്റ്സ് സീ. സോ മീൻ ചെറിയ ചെക്കനാണ് ഗൈസ്, വെറും 17 വയസ്സായിട്ടുള്ളൂ. അതൊക്കെ ആരാണ് ടീമിലോട്ടെടുത്ത്? സോ നോ ടൈം ടു സീ എത്രയാണ് യമാലിൻ്റെ. സോ ഈ പ്രാവശ്യം കണ്ടാണ് എന്താ നടക്കുന്നതെന്ന്. സോ ബാർസലോണയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് 85 ഓവറോൾ റേറ്റിംഗ്, ദാറ്റ്സ് ഗുഡ്. സോ ഇനി നമുക്ക് റൈറ്റ് വിങ്ങിൽ നിന്ന് യമാലിൻ്റെ ഒരു കിടിലൻ ത്രൂ ബോൾ കൊണ്ട് ഹോഗ്ലാൻഡിന് ഗോൾ കണ്ടെത്താൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ നമ്മൾ കളിക്കും. എന്നാ നമുക്ക് സ്ക്വാഡിലോട്ട് പോയിക്കൊണ്ട് ടീം മാനേജ്മെൻറ്റ്. സോ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും പ്ലേസ് ലെഫ്റ്റ് ബാക്കിനെ ഇവരെ പുറത്താക്കാം. ആൻഡ് ന്യൂനോ മെൻഡസ് വിൽ കമ്മിങ് ഇൻ. ആൻഡ് സെൻറ്റർ മിഡ്ഫീൽഡിൽ നിന്ന് ഞാൻ എറിക്സനെ നമുക്ക് പുറത്താക്കാം. ഓക്കെ, ഹി വിൽ ബി പ്ലേയിങ് ഹിയർ. ആൻഡ് ഡോർഗു നമുക്ക് ഈ മച്ചാനെ റിപ്ലേസ് ചെയ്യാം. ആൻഡ് നൗ ലാസ്റ്റ് പ്ലെയർ യമീൻ യമാൽ. സോ നമുക്കിതിൽ യമാലിനെ ഈ സ്ട്രൈക്കറിന് പകരം ഈ സ്ട്രൈക്കറിന് എടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്ലെയറിനല്ല കേട്ടോ, ഈ സെക്കൻഡ് കീപ്പർ നമുക്ക് ടീമിലോട്ട് വേണ്ട. ആൻഡ് ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ട്രൈക്കർ നമുക്ക് ഇവിടെ നിർത്താം. ഗൈസ് നമുക്ക് ബാക്കായിട്ടൊരു സ്ട്രൈക്കർ ഇല്ല അല്ലേ? റൈറ്റിങ്ങിന് പകരം സ്ട്രൈക്കറിന് വേണ്ടായിരുന്നു. കാരണം ഹോഗ്ലാൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓബിയാണ്. അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. നമുക്ക് സെൻറ്റർ ബാക്കിൽ പോകാൻ പറ്റുന്നത് മാർട്ടിനസ്, കമോൺ. ആൻഡ് ഷൂ ലെഫ്റ്റ് ബാക്ക്. ലെഫ്റ്റ് ബാക്കിൽ ഇവനുണ്ടായിരുന്നു അല്ലേ? ശ്രദ്ധിച്ചില്ല ഗൈസ്, ശ്രദ്ധിച്ചില്ല. പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങാൻ ബാക്കിൽ പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് യു ക്യാൻ സീ ഹിയർ. ഇവനെ മാറ്റട്ടെ. ഹാരി മെഗയറിന് റൈറ്റ് വിങ് കളിപ്പിക്കുന്നതിൽ എന്താണ് അഭിപ്രായം എന്നൊന്നും എല്ലാവരും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഗെയിമിലോട്ട് എന്നാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ്, ഇങ്ങനെയൊക്കെ മച്ചാനൊന്ന് ഉയർത്തി കൊണ്ടുപോയോ. സോ മെഗയറിനെ സബ് ചെയ്തിട്ട് മാർട്ടിനസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസ് സെറ്റ് ആവണ്ടേ? റൈറ്റ് ബാക്കിൽ ബാക്കായി കളിക്കാറില്ലല്ലേ? നോ പ്രോബ്ലം. സോ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ ഫോർമേഷൻ ആൻഡ് ദിസ് ഈസ് അവർ ടീം. നമുക്ക് ഇനി കളിക്കാനുള്ളത് കാരബാവോ കപ്പ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, നമുക്കില്ല ഡെയിലി ഒരു ഇൻവിറ്റേഷൻ പോലെ ഗെയിം വരും. അത് നമുക്ക് അറിയാക്കുന്നില്ല. സ്റ്റാൻഡിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫൈനൽ. മൈ ഗുഡ്നസ്, നമുക്കിവിടെ FA കമ്മ്യൂണിറ്റി ഷീൽഡ്, അതൊക്കെ FA കപ്പിൻ്റെ ഷീൽഡ് സീരീസ്. FA കപ്പല്ല, FA കമ്മ്യൂണിറ്റി ഷീൽഡ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫൈനലാണ് വന്നിട്ടുള്ളത്, അതും മാഞ്ചസ്റ്റർ സിറ്റിനായിട്ട്. ഇറ്റ് മീൻസ് എ മാഞ്ചസ്റ്റർ ഡെർബി. സോ ഫസ്റ്റ് കളി തന്നെ മാഞ്ചസ്റ്റർ ഡെർബി എന്ന് പറയുന്നില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, വേറെ ഇൻവിറ്റേഷൻ പോലെ ഗെയിം വരും.
അത് കഴിഞ്ഞിട്ടാണ് ഇത് വരിക. സോ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 13-ാം സ്ഥാനത്ത്, 14-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി, അർസണലിനെയും ആസ്റ്റൺ വില്ല, ചെൽസി, ലിവർപൂള് ഇവരൊക്കെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലീഗ് ഫസ്റ്റ് അടിക്കണം. ലീഗ് അടിക്കുന്നതിന് മുമ്പ് സോ ഇങ്ങനെ വന്നാലും ഈ സീസണിൽ ട്രിപ്പിൾ അത് അടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഫസ്റ്റ് സീസൺ കളിക്കുന്നു. എന്നാൽ നമുക്ക് 5 സീസൺ ചാൻസ് ഉണ്ട്, 5 സീസൺ ചാൻസാണ് നമുക്കുള്ളത് ഒരു ട്രബിൾ അടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാ കാരബാവോ കപ്പ് റൗണ്ട് 1 നമ്മളുണ്ടോ? നമ്മളില്ല കാരബാവോ കപ്പിൽ. വി ആർ നോട്ട് ദർ ഇൻ കാരബാവോ കപ്പ്. ഈ സീസണിൽ അടുത്ത സീസണിൽ നമ്മൾ കാരബാവോ കപ്പ് നമ്മൾ എടുക്കും. സെക്കൻഡ് ഒന്നാലും നമ്മൾ ട്രിപ്പിൾ അടിക്കും 5 സീസണിൽ. കമോൺ വി ക്യാൻ. അപ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ്, അതായത് മാനേജർ മോഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കോച്ച് ചെയ്യുന്ന റൂബൻ ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ ഫസ്റ്റ് സീസൺ നമ്മൾ ഫുള്ളും തീർക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ. സോ നമുക്ക് 2 ഓഫറൊന്നും കിടക്കുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് തിങ്സ് ദിസ് ഈസ് എ വണ്ടർഫുൾ ഓഫർ. പക്ഷേ ബാക്കായിട്ട് കളിക്കാൻ വേറെ ആരുമില്ല, അത് അവിടെയാണ് പ്രശ്നം വരുന്നത്. എനിവേ we are not, yes, we are living, no, never. ബ്രൂണോ ഫെർണാണ്ടസ് നമ്മൾ സെൻറ്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലാണ്. ബ്രൂണോനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല, സ്വാഹ. ഞാൻ ആദ്യം നമ്മൾ റൈറ്റ് വിങ്ങിലൂടെയാണ് ട്രൈ ചെയ്തത്, നമ്മുടെ റോഡ്രിഗോനായിരുന്നു. ബട്ട് അവർക്ക് സ്ക്വാഡ് ഡെപ്ത്ത് കുറവാന്ന് പറഞ്ഞിട്ട് തന്നില്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സീസൺ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക നെക്സ്റ്റ് എപ്പിസോഡ് 2-ലാവും. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലെയർ മോഡൊക്കെ കളിക്കും. സോ ഇങ്ങനെ ഒന്ന് കാത്തിരിക്കുക, നമ്മുടെ വീഡിയോ പിന്നാലെ ഇനിയും വരും. ഇപ്പോൾ ചിലപ്പോൾ ഡെയിലി വരാൻ ചാൻസ് ഉണ്ട്, ബട്ട് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിലേ ആവും. ശനിയാഴ്ച വീഡിയോ എടുക്കും, ഞായറാഴ്ച എഡിറ്റ് ചെയ്തിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരിക. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിരിക്കുന്നു, റിസൾട്ട് വന്നിട്ടില്ല. സോ അപ്പോൾ എന്നാലും ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ലാഗ് മാസ്റ്റർ ഗെയിമിംഗ്. ആൻഡ് ലാഗ് മാസ്റ്റർ ഗെയിമിംഗ്, ഫർഹാൻ ഈസ് സൈനിങ് ഔട്ട്.